മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശൻ ജിയുടെ കുറച്ച് മെഴുകലുകൾ, അതായത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്തും ഈ പറയുന്ന സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടിരിക്കുന്ന സമയത്തുമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കള്ളത്തരം അല്ലെ നുണപ്രചരണം അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നുണപ്രചരണം സാധാരണ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ നിയമസഭയിൽ പോയിട്ട് വരെയും ആ ഒരു നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ പറയുക, നട്ടാൽ മുളയ്ക്കാത്ത നുണ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ആ ഒരു നുണയെ തന്നെ പിടിച്ചുകൊണ്ട് ഒരു വലിയ മറ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ആ നുണ പറയുന്നത് ആരുടെ അടുത്താണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ആ നുണ പറഞ്ഞുകൊണ്ട് ഈ നിയമസഭയിൽ വലിയ കയ്യടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഓരോ ബഡ്ജറ്റും അല്ലെങ്കിൽ അവരുടെ നയപ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ മുന്നിലിരിക്കുന്ന ഒരാള് അത് പിണറായി വിജയൻ ആയി പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആ ഒരു പ്രചരണങ്ങളെല്ലാം നുണയാണെന്നുള്ളത് തെളിയുകയും ചെയ്തു. എന്നാൽ നമ്മുടെ നാട്ടിലെ ഈ പെയ്ഡ് മാധ്യമ പാപ്പരാസികളുണ്ടല്ലോ, അങ്ങനെ തന്നെ വിളിക്കണം. അതായത് പെയ്ഡായിട്ട് PR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെയെല്ലാം വെള്ള പൂശാനായിട്ടിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അതിൽ റിപ്പോർട്ട് ചാനൽ അടക്കം 24 ന്യൂസ് അടക്കം മനോരമ, മാതൃഭൂമി എല്ലാ ചാനലുകളും നല്ല രീതിയിൽ മെഴുകുന്നു.